ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു യുദ്ധോപകരണം വാങ്ങുന്നതിന് മുൻപ് ഈ ഒരു സമിതിയുടെ അംഗീകാരം വേണം. അപ്പോൾ ഈ ഒരു സമിതി ഇപ്പോൾ ഒരു 6 എണ്ണം കൂടി ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഇത് പ്രകാരം 6 നേത്ര കൂടി, അതിനെ നേത്ര MK2 എന്നായിരിക്കും വിളിക്കുക. ഒരു 6 എണ്ണം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അങ്ങനെ 6 എണ്ണമാണ് ഇതിൻ്റെ സേനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആകാശത്ത് പറക്കുന്ന വസ്തുക്കൾ മാത്രമാണ്, പക്ഷേ നമ്മൾ കടലിൽ കൂടി പോകുന്ന കപ്പലുകളെ വേണമെങ്കിലും ഇതിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇനി നിലവിൽ ഈ പുതിയ 6 റഡാർ സംവിധാനം, അതിന് ഒരു വിമാനം ആവശ്യമുണ്ട്. വിമാനത്തിൻ്റെ മുകളിൽ ഘടിപ്പിച്ചാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി എയർ ഇന്ത്യയുടെ 6 വിമാനങ്ങൾ സേനയ്ക്ക് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 6 വിമാനങ്ങൾ നിലവിൽ എയർ ഇന്ത്യ സേനയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ക്വാഡ്രോണിൽ ഇപ്പോൾ ഈ വിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചില ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആണ് ഈ വിമാനം ഘടിപ്പിക്കുക. ഒരു ഏരിയൽ പോലെ വിമാനത്തിൻ്റെ മുകളിൽ ഇരിക്കും. ഇനി ഇങ്ങനെ ഒരു ഡിഫൻസ് സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 450 കിലോമീറ്റർ വരെ ഈ റഡാറിന് ഏരിയ ഉണ്ട്. അവിടെ വരെ വേണമെങ്കിലും നിരീക്ഷണം നടത്താമെന്നുള്ളതാണ് പുതിയൊരു സംവിധാനം. അത് മാത്രമല്ല 240 ഡിഗ്രി കവറേജ്. ഇപ്പോൾ വിമാനം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും 360 ഡിഗ്രി അല്ല, അതിൻ്റെ പുറകുവശത്ത് ചിലപ്പോൾ എത്താൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. 240 ഡിഗ്രി കവറേജിൽ എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് അളക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.